അങ്ങനെ കാത്തിരുന്ന് എനിക്കും കുറച്ച് കണ്ണിമാങ്ങ കിട്ടിയിട്ടുണ്ട്. എല്ലാ വർഷവും ഞാൻ കുറച്ച് കണ്ണിമാങ്ങ ഇടാറുണ്ട്. ഇപ്രാവശ്യം ഞാൻ കുറെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കുറച്ച് കിട്ടിയത്. ഇത് 2 കിലോയേ ഉള്ളൂ. അപ്പം ഞാൻ ഇതിനെല്ലാം നന്നായിട്ട് വാഷ് ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ ഉണക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി വെയിലത്തുണക്കി ഒരു ഭരണിയിലേക്ക് ഇങ്ങനെ ഒടിച്ചിടാം. അതിനകത്തേക്ക് പിടിച്ച് ഒടിക്കുന്നത് അതിൻ്റെ ചുവനയൊക്കെ അതിലേക്ക് തന്നെ വീഴാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ അമ്മയാണ് ചെയ്യുന്നത്. ഞാനും അമ്മയും കൂടെയാണ് എല്ലാ വർഷവും ഇത് ഇടാറുള്ളത്. ഇങ്ങനെ കുറച്ച് ഒടിച്ചിട്ട ശേഷം അതിലേക്ക് ഒരു ലെയർ ഉപ്പിടണം, കല്ലുപ്പിടണം. വീണ്ടും കുറച്ച് മാങ്ങ കൂടെ ഒടിച്ചിട്ട ശേഷം വീണ്ടും ഒരു ലെയറും കൂടി ഉപ്പിടാം. ഏകദേശം 2 കിലോ മാങ്ങയ്ക്ക് ഒരു 300-350 ഗ്രാം ഉപ്പ് വേണ്ടി വരും. അങ്ങനെ ലെയറുകളാക്കി ഉപ്പും മാങ്ങയും ഇട്ട ശേഷം അത് നന്നായിട്ട് അടച്ചു വെക്കണം. നല്ല ടൈറ്റായിട്ട് അത് നന്നായിട്ട് അടച്ചിട്ട് ഇങ്ങനെ തുണിയൊക്കെ വെച്ച് നല്ല ടൈറ്റായിട്ട് കെട്ടിവെക്കാം. ഇത് ഒരാഴ്ച വെച്ചിട്ട് നമുക്ക് അതിന് ശേഷം എടുത്ത് മസാലയൊക്കെ ചേർക്കാം. ഇത് ഒന്നിടവിട്ട ദിവസങ്ങളിലൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. എൻ്റെ ഇപ്പോൾ ഈ ചെറിയ ഭരണിയിൽ കുറച്ചേ ഉള്ളതുകൊണ്ട് തുറക്കാതെ തന്നെ ഒന്ന് കുലുക്കി ഇളക്കി കൊടുക്കാം. വലിയ ഭരണിയിലൊക്കെ വയ്ക്കുന്നവർക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഉപ്പ് എല്ലായിടത്തും നന്നായിട്ട് എത്തും. ഇതിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. ഇത് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ മാങ്ങയിലെ വെള്ളമൊക്കെ വെളിയിൽ വന്ന് മാങ്ങ നല്ല ചുക്കി ചുളിഞ്ഞിരിക്കുന്നുണ്ട്. ഏകദേശം മാങ്ങയുടെ ലെവലിനേക്കാളും മുകളിലുണ്ട് വെള്ളം. ഇനി നമുക്ക് ഇതിൽ നിന്ന് മാങ്ങ എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് വെക്കാം. ഇതെല്ലാം ചെയ്യേണ്ട വെള്ളമയം ഒട്ടുമില്ലാതെ നല്ല ഉണങ്ങിയ നല്ല ക്ലീനായിട്ടുള്ള പാത്രത്തിൽ വേണം ചെയ്യാൻ. ഇനി ഈ വെള്ളം നമുക്ക് ഒരു തുണിയിലോ അരിപ്പയിലോ വല്ലോ അരിച്ചെടുക്കാം. ഞാൻ എടുത്ത കുറച്ച് മാങ്ങകൾ അലുത്തു പോകാനിരിക്കുന്നത് പോലെ, അതായത് ടൈറ്റ് അല്ലാതെ ഇരിക്കുന്ന കുറച്ച് മാങ്ങകളുണ്ടായിരുന്നു. അവയെ എടുത്ത് ഞാൻ മാറ്റിയിട്ടുണ്ട്. അത് വേറെ സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ അച്ചാറുണ്ടാക്കാം. പെട്ടെന്ന് ഉപയോഗിക്കാനായിട്ട് അതിൻ്റെ മാങ്ങകൾ അലുത്തു പോകും. അപ്പോൾ കൂടുതൽ നാളെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് സെപ്പറേറ്റ് ആയിട്ടുണ്ടാക്കാം. ബാക്കി നല്ല ടൈറ്റായിട്ടുള്ള കുറേ നാൾ സൂക്ഷിക്കാൻ പറ്റുന്ന മാങ്ങകൾ ഇത് എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. അതിനെ നമുക്ക് ആദ്യമേ റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അതിനുവേണ്ടി ഇത് കുറച്ച് മുളക് പൊടി, ഇത് 250 ഗ്രാമിൽ കൂടുതലുണ്ട്. സാധാ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടെ മിക്സാണ്. രണ്ടും ഈക്വലായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി കടുക് പരിപ്പാണ്, അതൊരു 70 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ കടുക് കല്ലിൽ വെച്ചൊന്ന് പൊട്ടിച്ച് അല്ലെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ ഉലുവാപ്പൊടിയും ഒരു വലിയ സ്പൂൺ കായപ്പൊടിയും കൂടി ചേർക്കാം. ഇനി ഇതിനെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന വെള്ളം എടുത്ത് കുറേശ്ശെയായിട്ട് ഒഴിച്ച് നന്നായിട്ട് അത് കുഴച്ചെടുക്കുക. ആവശ്യത്തിന് കൺസിസ്റ്റൻസി ആകുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ മാങ്ങകളൊക്കെ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ചിലർക്ക് ഇച്ചിരി നന്നായിട്ട് വെള്ളത്തിലിരിക്കണം, ചിലർക്ക് ഇച്ചിരി കുഴഞ്ഞ രീതിയിൽ മതി. അവരവരുടെ ഇഷ്ടത്തിന് അത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി വെള്ളമൊക്കെ മാങ്ങയിൽ നിന്ന് വരും. അപ്പോൾ അത് കണക്കാക്കി വേണം അതിൻ്റെ കൺസിസ്റ്റൻസി എടുക്കാൻ. ഈ മാങ്ങയിൽ നിന്ന് വന്ന് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ഈ വെള്ളം മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ, വേറെ വെള്ളമൊന്നും ഉപയോഗിക്കുന്നില്ല. ഈ മസാലയിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, നമ്മുടെ മാറ്റി വെച്ച അലുത്ത മാങ്ങ ഇടാനായിട്ട്. ഇത് അച്ചാറെല്ലാം മിക്സ് ചെയ്ത് കുപ്പിയിലാക്കാൻ റെഡി ആയിട്ടുണ്ട്. 2 കിലോ മാങ്ങയായിരുന്നെങ്കിൽ അതിൻ്റെ തണ്ടുകളൊക്കെ പോയ ശേഷം ഇത് എനിക്കിപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 1-1.5 കിലോയുടെ അടുത്തേ കിട്ടിയിട്ടുള്ളൂ. അത് ഒരു കുപ്പിക്കകത്താക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് ഇനി ഒരു ചെറിയ കുപ്പിയിലേക്ക് കൂടെ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് സീൽ ചെയ്യണം, പൂപ്പലൊന്നും പിടിക്കാതിരിക്കാനായിട്ട്. അതിന് നല്ലെണ്ണ ചൂടാക്കി ഒന്ന് ആറിയ ശേഷം ഒരു ഇല വാട്ടിയെടുത്ത് ഈ കുപ്പിയുടെ വട്ടത്തിൽ അതിനെ കട്ട് ചെയ്തിട്ട് ഈ എണ്ണ നന്നായിട്ട് അതിൽ പുരട്ടിയിട്ട് കുറച്ച് എണ്ണ നമുക്ക് ഈ അച്ചാറിൻ്റെ മുകളിലും കൂടി ഒഴിച്ചു കൊടുത്ത് ഇലയുടെ എണ്ണ പുരട്ടിയ ഭാഗം അച്ചാറിൽ മുങ്ങത്തക്ക രീതിയിൽ നമ്മൾ അതിനെ നന്നായിട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലും കൂടി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അതിന് ശേഷം ഒരു തുണിയെടുത്ത് നന്നായിട്ട് അതിൻ്റെ പുറത്തും കൂടി ഒന്ന് നന്നായിട്ട് കെട്ടിവെക്കാം. നല്ല ടൈറ്റായിട്ട് അടച്ച് വെക്കണം, ഇല്ലെങ്കിൽ അതിൽ പൂപ്പൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതിന് വേണ്ടി പൂപ്പൽ പിടിക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് നന്നായി ടൈറ്റ് ചെയ്ത് ഇതുപോലെ തുണിയിട്ട് കെട്ടിവെക്കാം. ഇതൊരു 2-3 മാസമെങ്കിലും ഇങ്ങനെ വെക്കണം, എന്നാലേ അതിൻ്റെ നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. ഇത് നല്ല എയർ ടൈറ്റാക്കി ഇങ്ങനെ ഭദ്രമാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 വർഷത്തേക്ക് ഇത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അടുത്ത വർഷം കണ്ണിമാങ്ങയുടെ സീസൺ ആകുന്നവരെ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.